ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി പഠിക്കുന്നത്. ഇപ്പോൾ ബ്ലൗസ് തയ്ക്കാൻ നമ്മുടെ അളവ് നോക്കി നമ്മൾ ബ്ലൗസ് മടക്കിയിട്ടിട്ടുണ്ട്, ബ്ലൗസിനുള്ള തുണി മടക്കിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ചെയ്യേണ്ടത് അളവ് നോക്കുക, നമ്മുടെ കഴുത്ത് അളവ്, കഴുത്ത് ഇറക്കം ഇതെല്ലാം മാർക്ക് ചെയ്ത് അത് വെട്ടിയെടുക്കുക. ഇതിന് സാധാ ബ്ലൗസ് തയ്ക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ പ്രിൻസ് കട്ട് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സാധാ ബ്ലൗസ് തയ്ച്ചിട്ടും ഒട്ടും ശരിയാകുന്നില്ല, കപ്പ് ശരിയാകുന്നില്ല എന്ന് പറയുന്നവർക്കാണെങ്കിൽ ഈ ബ്ലൗസ് തയ്ക്കാൻ എളുപ്പമാണ്. എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും പറ്റും, എളുപ്പത്തിൽ കട്ട് ചെയ്യാനും പറ്റും, എളുപ്പത്തിൽ തയ്ച്ചെടുക്കാനും പറ്റും. ആ രീതിക്കാണ് ഇതിന്ന് പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ നമ്മൾ കഴുത്ത് അകലം മാർക്ക് ചെയ്ത്, കഴുത്ത് ഇറക്കം മാർക്ക് ചെയ്ത്, കഴുത്ത് ഇറക്കവും കഴുത്ത് അകലവും മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നു. പിന്നെ ഷോൾഡർ, ഷോൾഡർ എടുക്കുമ്പോൾ ബ്ലൗസിനാണെങ്കിൽ എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. ബ്ലൗസ് തയ്ക്കുമ്പോഴേക്കും കഴുത്തിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ അത് ഷോൾഡറിലോട്ട് ഇറങ്ങി വരുന്നെന്നുള്ള ഒരു പരാതി എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഷോൾഡർ നമ്മുടെ കറക്റ്റ് ഷോൾഡറിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചെടുക്കണം. നമ്മൾ ഷോൾഡർ ഈ പോയിന്റിൽ നിന്നും ഇവിടോട്ട് എടുക്കുമ്പോഴേക്കും 1/2 ഇഞ്ച് കുറച്ച് കിട്ടിയ, നമുക്കിപ്പോൾ ഉദാഹരണത്തിന് 6.5 അതായത് 4/1 വരുമ്പോൾ 6.5 നമ്മൾ ഷോൾഡർ അകലെ എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചെടുക്കണം. 1/2 ഇഞ്ച് കുറച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് 6.5 നിന്നും 1/2 ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6 ഇഞ്ച്. ആ 6 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷോൾഡറിൻ്റെ അളവ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കഴുത്ത് തുറന്നു വരുന്നു എന്നുള്ള ഒരിതില്ലാതെ കറക്റ്റ് ഷോൾഡർ കൈക്കുഴിയിൽ നിന്നും താഴോട്ട് വരും എന്നുള്ള രീതിയില്ലാതെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തത് 6.5 അവിടെ ഞാൻ മൈനസ് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് മൈനസ് ചെയ്യുന്നു. 1/2 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഷോൾഡർ 6.5 അതിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് കുറയ്ക്കുന്നു. 1/2 ഇഞ്ച് കുറച്ച് നമ്മൾ 6 ഇഞ്ച് എടുക്കുന്നു. 6 ഇഞ്ച് എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഷോൾഡർ, ഈ കഴുത്തും ഷോൾഡർ നമ്മൾ എപ്പോഴും ബ്ലൗസ് ഇടുമ്പോഴുള്ള പ്രശ്നമാണ്. കഴുത്ത് ഷോൾഡറും ഇവിടെ ഇങ്ങനെ നമുക്ക് ഫിറ്റായി കിടക്കാതെ ലൂസായിട്ട് കയ്യിലോട്ട് ഇറങ്ങി വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകും. പിന്നെ ഇതെപ്പോഴും നമുക്ക് ഈ ഷോൾഡറിൽ നിന്നും ഒരു ലൂസ് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഷോൾഡർ കറക്റ്റ് ഫിറ്റായി നിൽക്കാതെ ലൂസായി വരുന്നത്. അതിനു വേണ്ടിയാണ് ഈ 1/2 ഇഞ്ച് മൈനസ് ചെയ്യുന്നത്. ഈ 1/2 ഇഞ്ച് മൈനസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ഷോൾഡറിലോട്ട് കിടക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് കൈക്കുഴി പോയിൻ്റ് ചെയ്യുന്നു. പിന്നെ വണ്ണത്തിലോട്ട്, ഇതിപ്പോൾ കൈ വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ, കൈക്കുഴി വരയ്ക്കാൻ അറിയില്ല എന്നുള്ളവരാണെങ്കിൽ ഇവിടെ നമ്മൾ 6 ഇഞ്ച് എടുത്തു. അതേ 6 ഇഞ്ച് ഈ പോയിന്റിൽ നിന്നും ഈ കഴുത്ത്, അതായത് നമുക്ക് കൈക്കുഴിയുടെ ലെന്ത് എത്രയാണോ എടുക്കുന്നത് അവിടോട്ട്, ഇവിടെ നിന്നും ആ 6 ഇഞ്ച് നമുക്കിവിടെ പോയിന്റ് ചെയ്ത് ഇടാവുന്നതാണ്. ഇവിടെ നിന്ന് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഈ കൈക്കുഴി എടുക്കാൻ വേണ്ടി നമ്മൾ ഷോൾഡർ എടുത്ത ആ 6 ഇഞ്ച് ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ കൈക്കുഴിയുടെ ഇറക്കം അത് നമുക്ക് കറക്റ്റ് ആ പോയിന്റിൽ നിന്നും എടുക്കാവുന്നതാണ്. എടുത്തു കഴിഞ്ഞ് ഇത് രണ്ടും ജോയിൻ ചെയ്ത് വരച്ചിടുക. ഇത് ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മൾ ഷോൾഡർ എടുക്കുമ്പോൾ ഷോൾഡർ എത്രയാണോ വരുന്നത് അതിൽ നിന്നും 1/2 ഇഞ്ച് കുറയ്ക്കണം. അതായത് ബ്ലൗസിൻ്റെ അളവ് നോക്കിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ
ബ്ലൗസിൻ്റെ അളവിൽ എത്രയാണോ വന്ന് ആ അളവെടുത്താൽ മതി. ആ തയ്യൽ തുമ്പ് ചേർത്താണല്ലോ നമ്മൾ അളവെടുക്കുന്നത്, അപ്പോഴേക്കും നമുക്കത് മതിയാകും. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ അളവ് നോക്കിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് വണ്ണത്തിനെ ബേസ് ചെയ്താണല്ലോ എടുക്കുന്നത്. അപ്പോഴും നമ്മൾ ആ ഒരു കഴുത്തിൻ്റെ ഈ പോയിന്റിൽ നിന്നും നമ്മൾ ഷോൾഡറിൻ്റെ അളവ് എടുക്കുമ്പോഴേക്കും ആ ഷോൾഡറിലോട്ട് നമ്മൾ എത്രയാണോ വരുന്നത് അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറയ്ക്കുന്നു. കറക്റ്റ്. അതായത് ഈ ഷോൾഡർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ലൂസായി കിടക്കുന്നവർക്കാണെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. അല്ലാത്തവർക്കും ചെയ്യാം. പിന്നെ നമ്മൾ ബ്ലൗസിൻ്റെ അളവ് നോക്കിയാണ് തയ്ക്കുന്നതെങ്കിൽ അത് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ബ്ലൗസ് ആണെങ്കിൽ അതിലെത്രയാണോ കൊടുത്തിരിക്കുന്നത് ആ അളവ് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് അളവ് നോക്കി ചെയ്യുവാണെങ്കിൽ, നമ്മൾ അളവെടുത്ത് ചെയ്യുവാണെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് നമ്മൾ കൈക്കുഴി പോയിൻ്റ് ചെയ്തു. ഇതേ പോയിൻ്റ് വണ്ണത്തിൻ്റെ ഭാഗത്തും പോയിൻ്റ് ചെയ്ത് ഇതങ്ങ് വരച്ചിടാം. ഇപ്പോൾ നമ്മൾ കൈക്കുഴിയുടെ അളവെടുത്ത് വരച്ചിട്ടു. ഇനി നിങ്ങൾക്ക് കൈ വരയ്ക്കാൻ പാടാണെങ്കിൽ നിങ്ങൾ ഈ കോണ് വന്ന ഈ കോണിൽ നിന്നും 1.5 ഇഞ്ച് നേരെ കോണ് മാർക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതിപ്പോൾ എളുപ്പത്തിന് വരയ്ക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്തത്. 1.5 ഇഞ്ച് നമ്മൾ പോയിൻ്റ് ചെയ്തു കോണിലോട്ട്. അത് കോണായി തന്നെ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഈ കയ്യിൽ നിന്ന് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് വരച്ച് ഈ 1.5 ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്ത് നേരെ നമ്മൾ ഈ വരയിലോട്ട് കൊണ്ട് മുട്ടിച്ചാൽ മതി. ഈ വര കാണുന്നുണ്ടോ എന്തോ. ഇത് മനസ്സിലായല്ലോ. ഇത് മനസ്സിലായെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കൈക്കുഴിയെടുത്തു. കൈക്കുഴിയിൽ നിന്ന് ഒട്ടും കൈക്കുഴി വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈ കോണ് വരച്ചിട്ടിട്ട് ഇതുപോലെ ഒരു എൽ ഷേപ്പ് വരച്ചിട്ടിട്ട്, അതായത് ഷോൾഡർ മാർക്ക് ചെയ്തു, കൈക്കുഴിയുടെ ഇറക്കം മാർക്ക് ചെയ്തു, അതേപോലെ വണ്ണത്തിൻ്റെ അവിടെ നിന്നും ഷോൾഡറിൻ്റെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് രണ്ടും ജോയിൻ ചെയ്ത് ഒരു എല്ല് പോലെ വരച്ചിടുന്നു. എല്ല് പോലെ വരച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ കോണ് വരുന്ന, അതായത് ഈ വരയും വന്ന് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നിന്നും മുകളിലോട്ട് ആ കോണ് പോലെ തന്നെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും നമ്മൾ ഈ വരയിൽ തന്നെ വരച്ച് വന്ന് ഈ 1.5 ജോയിൻ ചെയ്ത് നമ്മൾ ഈ എല്ല് വരച്ചിട്ടിരിക്കുന്ന ആ വരയിലോട്ട് കയറിയും. ഇത് ഇത്രയും മനസ്സിലായെന്ന് തന്നെ. പിന്നെ നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡർ ചരിച്ച് വരയ്ക്കുക. ഈ ഷോൾഡർ 1/2 ഇഞ്ച് നമ്മൾ എടുക്കുന്ന എന്തെന്ന് വെച്ചാൽ നമുക്ക് കഴുത്ത് അകലം കറക്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. കഴുത്തകലമല്ല, നമ്മുടെ ഈ ഷോൾഡർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഫിറ്റായി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കഴുത്ത് വരയ്ക്കാൻ അറിയില്ല എങ്കിലും ഇതുപോലെ ഒരു എല്ല് നമ്മുടെ കഴുത്തകലം എത്രയാണോ ആ അകലമെടുത്ത് ഈ ഇറക്കം എത്രയാണോ അത് മാർക്ക് ചെയ്ത് ഒരു എല്ല് വരച്ചിട്ടിട്ട് അതിനകത്ത് നമുക്ക് കഴുത്ത് വരയ്ക്കാവുന്നതാണ്. ഏത് മോഡൽ കഴുത്താണ് വേണ്ടത് നമ്മൾ ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു ഷേപ്പ്, ഇടുപ്പിൻ്റെ ഭാഗത്ത് ഷേപ്പുണ്ട്, അത് ഒരു ഇഞ്ച് ഷേപ്പാണ്. ഇത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇത് വെട്ടുമ്പോഴേക്കും നമുക്ക് വെട്ടണമെന്നില്ല. നമ്മൾ തച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കറക്റ്റ് പാകത്തിന് വന്നതിന് ശേഷം നമുക്ക് അധികം വരുന്ന തുണി വെട്ടി മാറ്റാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം, വെട്ടിയതിന് ശേഷവും തയ്ക്കാം. ഈ ബ്ലൗസ് തയ്ക്കാൻ ഇനി വെട്ടാൻ വേണ്ടി പാടാണെന്ന് പറയില്ലല്ലോ. അപ്പോഴേക്കും നമുക്ക് അടുത്തത് ഇത് നോക്കേണ്ടത്, നമ്മളിപ്പോൾ ലെന്തും ഇറക്കവും
വണ്ണവും എല്ലാം എടുത്തു കഴിഞ്ഞു. നമുക്ക് അതായത് ഈ വണ്ണത്തിൻ്റെ ലൂസും എല്ലാം ചേർത്താണ് നമ്മൾ അളവെടുത്ത് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഇറക്കത്തിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് കൂടെ കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ഈ പ്രിൻസസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ വണ്ണത്തിനെ എടുക്കുമ്പോഴേക്കും നമ്മുടെ വണ്ണം എത്രയാണോ നമുക്ക് വരുന്നത് ആ വണ്ണത്തിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. വണ്ണത്തിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ അളവ് നമ്മൾ പോയിൻ്റ് ചെയ്യണം. നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒട്ടും അളവെടുക്കാൻ അറിയില്ല എന്നുള്ളവരാണെങ്കിൽ ഒരു 38 ഇഞ്ച് വണ്ണമുള്ള ആളാണെന്ന് വെച്ചോ. ഇടുപ്പ് വണ്ണം, അതായത് ഈ ഇടുപ്പിൻ്റെ ഭാഗം എത്രയാണോ നമുക്കെപ്പോഴും ഈ ബ്രസ്റ്റ് ഭാഗത്തെ വണ്ണത്തിൽ നിന്നും എപ്പോഴും കുറവായിരിക്കും ഇടുപ്പ് ഭാഗം. ആ ഇടുപ്പ് ഭാഗത്തിൻ്റെ വണ്ണം എത്രയാണോ വരുന്നത് ആ വണ്ണത്തിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരു 38 വരുന്നതെന്ന് വെച്ചോ. ഇപ്പോൾ അളവെടുക്കാൻ പെട്ടെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ എളുപ്പം പഠിക്കാനുള്ള ഒരു വഴിയാണ് ഈ 38 ഇഞ്ച് ടേപ്പിൽ എടുക്കുക. 38 ഇഞ്ച് നമ്മൾ എടുത്തു, ടേപ്പ് എടുത്ത് 38 ഇഞ്ച് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ടേപ്പിൻ്റെ എൻഡും ഈ 38 ഇഞ്ചിനും എടുത്ത് അത് 2ആയിട്ട് മടക്കുക. ഈ 38 ഇഞ്ചിൻ്റെ കൂടെ ഈ ഇതും കൂടെ വന്ന് മാർക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എളുപ്പ വഴിയാണ് പറഞ്ഞു തരുന്നത്. കണക്ക് ചെയ്യാൻ അറിയാമെന്നുള്ളവർ ആ രീതിയിൽ ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ എത്രയാക്കി? 2 ആക്കിയതിന് ശേഷം നമ്മളിതിനെ വീണ്ടും 2ആയിട്ട് മടക്കുന്നു. ഇപ്പോൾ ഇത് നമ്മൾ 38നെ എടുത്തു, 38നെ 2ആക്കി മടക്കി. 2ആയിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും ഒരു മടക്ക് കൂടെ മടക്കുന്നു. അപ്പോൾ ഇപ്പോൾ 4 പീസാക്കി മടക്കിയിട്ടുണ്ട്. 4 പീസാക്കി മടക്കിയത് ഇപ്പം നമുക്ക് എത്ര കിട്ടി? 9.5. ആ 9.5നെ നമ്മൾ ഒന്നുകൂടെ മടക്കുന്നു. കണ്ടോ? ഇപ്പം എത്രയായി? 4.25. ഇത് ഇപ്പം 8ആയിട്ട് മടക്കിയിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ നേരത്തെ 4ആയിട്ട് മടക്കാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് അത് പറഞ്ഞത്. അപ്പോൾ 4ആയിട്ട് മടക്കി അതിനെ വീണ്ടും ഒന്നുകൂടെ മടക്കിയപ്പോഴേക്കും നമ്മൾ 8ആക്കി മടക്കി. ഇപ്പോൾ അളവെടുക്കാൻ പഠിച്ചല്ലോ. അപ്പോൾ 8ആയിട്ട് മടക്കിയപ്പം നമുക്ക് 4.25 കിട്ടിയിട്ടുണ്ട്. ഈ 4.25 നമ്മൾ ഈ പോയിൻ്റ്, അതായത് നമ്മൾ ഈ മടക്കിയിട്ടിരിക്കുന്ന ഈ പോയിന്റിൽ നിന്ന് നമുക്ക് എവിടെയാണോ ഇറക്കം വരുന്നത് ആ ഇറക്കത്തിലോട്ട് വന്ന് 4.25. ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ഒന്നും ചെയ്യണ്ട. ഈ ഒരു അളവിൽ തന്നെ പോയിൻ്റ് ചെയ്താൽ മതി. അത് നമ്മൾ വരച്ചിട്ടതിന് ശേഷം ഇവിടെ നമ്മൾ സാധാരണ ഒരു സാദാ ബ്ലൗസിലാണെങ്കിൽ ഒരു ഡോട്ട് അടിക്കാറുണ്ട്. ആ ഡോട്ട് അടിക്കുമ്പോഴാണ് കപ്പ് ശരിയാകുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡോട്ട് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഡോട്ട് അടിക്കുന്നതിന് മുമ്പ് ഇത് പോയിൻ്റ് ചെയ്താൽ നമ്മൾ സാധാരണ 1 ഇഞ്ചിൽ ഡോട്ട് അടിക്കാറുണ്ട്, 1.5 ഇഞ്ചിൽ ഡോട്ട് അടിക്കാറുണ്ട്. അത് ഓരോ ബ്ലൗസിൻ്റെ അളവനുസരിച്ചാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ഇഞ്ച്, അത് ഓരോരുത്തരുടെ നമ്മുടെ വണ്ണവും എടുപ്പും അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. വണ്ണം ചിലപ്പോൾ കൂടുതലായിരിക്കും, ഇടുപ്പിൻ്റെ ഭാഗത്ത് വണ്ണം കുറവുമായിരിക്കും. അപ്പോൾ ഇതനുസരിച്ച് വേണം നമ്മളിവിടെ പോയിൻ്റ് ചെയ്യാൻ. ഇവിടെ പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിൻ്റ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത്. നമ്മുടെ ഈ ഷോൾഡർ കട്ട് ചെയ്ത് പോയതിന് ശേഷം നമ്മൾ
ലെങ്തായി പോകുന്നതിൻ്റെ താഴെ, അതായത് നമ്മളിവിടെ 1/2 ഇഞ്ച് വരച്ചിട്ടുണ്ട് ചരിച്ച്, ആ 1/2 ഇഞ്ച് വരച്ചതിൻ്റെ താഴെ നിന്നുമാണ് അളവെടുക്കേണ്ടത്. നമ്മുടെ ബ്രസ്റ്റ് പോയിൻ്റ് അത് എത്രയാണോ വരുന്നത് അത് നമ്മളിവിടെ സെൻറ്റർ പോയിൻ്റ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ 10.5 എടുക്കുന്നു, 10.5 എടുത്തു. മാർക്ക് ചെയ്തു. ഈ 10.5 എടുത്തു. നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ആ 4.25 മാർക്ക് ചെയ്യുക. മനസ്സിലായോ? നമുക്കിവിടെ കിട്ടിയ ആ 4.25 നമ്മളിവിടെ മാർക്ക് ചെയ്തു. നമ്മൾ കറക്റ്റ് അളവിലാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്കും ഇത് ഒരു വര. ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. നമ്മൾ ഇവിടുത്തെ ഇടുപ്പ് വണ്ണം എത്രയാണോ, അതായത് ഈ തുണിയിൽ നമ്മൾ ലൂസ് ഇട്ടിട്ടുണ്ട്, നമ്മൾ എക്സ്ട്രാ തുണി ഇട്ടിട്ടുണ്ട്, അത് നോക്കരുത്. നമ്മുടെ ഇടുപ്പിൻ്റെ വണ്ണം എത്രയാണോ, ഇപ്പോൾ ബ്ലൗസിലാണ് നിങ്ങൾ വണ്ണം നോക്കുന്നതെങ്കിൽ ആ ഇടുപ്പ് ഭാഗം തച്ച് കഴിഞ്ഞിട്ടുള്ള ആ റൗണ്ട് അത് മൊത്തം അളവെടുത്തിട്ട് ആ അളവ് നോക്കുക. ആ അളവ് നോക്കിയതിന് ശേഷം അതിൻ്റെ ആണ് നമ്മൾ ആ അളവിൽ ഇപ്പോൾ അളവ് ബ്ലൗസിൻ്റെ ഇതാണെങ്കിൽ അളവ് ബ്ലൗസിൻ്റെ അതിൽ കറക്റ്റ് നമുക്ക് ഈ ഡോട്ട് അടിക്കുന്ന അളവ് അവിടെ തച്ചിട്ടുണ്ട്. അപ്പോൾ ആ അളവ് നോക്കി നിങ്ങളിത് പോയിൻ്റ് ചെയ്താൽ മതി. അല്ല അളവെടുത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇടുപ്പ് വണ്ണത്തിൻ്റെ കറക്റ്റ് ഇടുപ്പ് വണ്ണത്തിൻ്റെ അതിൽ ലൂസോ ഒന്നും കൂട്ടണ്ട, ഈ കറക്റ്റ് ഇടുപ്പ് വണ്ണത്തിൻ്റെ അതേ അളവിന് 8ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ പോയിൻ്റ് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ ബ്രസ്റ്റ് പോയിൻ്റ് എത്രയാണോ അതിലും നമ്മൾ ഈ ഡോട്ട് അടിച്ചിരിക്കുന്ന നമ്മുടെ ഇപ്പം നമ്മൾ ബ്ലൗസ് നോക്കിയാണ് തയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഇവിടുത്തെ ഒരു ഡോട്ട് അടിച്ചിരിക്കുന്നില്ലേ, ആ ഡോട്ട് അടിച്ചിരിക്കുന്ന ആ പോയിൻ്റ് എത്രയാണോ വന്നത് അവിടെ, അത് ഒരിക്കലും ഇവിടോട്ട് നോക്കണ്ട. നമ്മൾ ഈ ഇവിടെ കട്ട് ചെയ്യുന്ന ഇവിടെ നിന്ന് ബ്ലൗസിൻ്റെ ഷോൾഡറിൽ നിന്ന് ഈ പോയിൻ്റ്, അതായത് ഈ സ്റ്റിച്ച് വന്ന് നിർത്തുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ വന്ന് നിർത്തി കഴിയുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ആ ഒരു ഭാഗം എത്രയുണ്ടെന്ന് ബ്ലൗസിൽ നോക്കിയാൽ നമ്മുടെ ആ ബിഡ് പോയിൻ്റ് കണ്ടെത്താവുന്നതാണ്. നമ്മുടെ ഈ ബ്രസ്റ്റ് പോയിൻ്റ് എത്രയാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ബ്ലൗസിൽ സാധാ ബ്ലൗസിൽ നമ്മൾ തച്ചിരിക്കുന്ന ബ്ലൗസ് എന്നാണ് അളവെടുക്കുന്നതെങ്കിൽ ആ അളവിൻ്റെ ഷോൾഡറിൽ നിന്നും ഈ പോയിൻ്റ്, അതായത് ഇവിടെ ഒരു ഇങ്ങനെ വെച്ചിട്ടാണല്ലോ നമ്മൾ അടിക്കുന്നത്, ഇവിടെ വെച്ചാണല്ലോ തയ്ക്കുന്നത്. ഈ തയ്ക്കുന്ന ഈ ഭാഗം ഇത്രയും സ്റ്റിച്ച് വീണ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഈ പോയിന്റിൽ നിന്നും ഇത് ഇത്രയും തച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്നും ഇതുവരെയുള്ള നീളം എത്രയാണെന്ന് നമ്മൾ സാധാ ബ്ലൗസിൽ നോക്കിയതിന് ശേഷം ആ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ നീളം നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് നമുക്കിവിടെ ഇപ്പോൾ സാധാ ബ്ലൗസിൽ നോക്കുന്നതാണെങ്കിൽ അതിലെത്രയാണോ ആ മടക്കി ഈ തച്ചിരിക്കുന്ന വീതി, അതായത് ഇങ്ങനെ നമ്മൾ തച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഇതിലോട്ടുള്ള വീതി എത്രയാണോ ആ വീതി അനുസരിച്ച് വേണം നമ്മളിത് പോയിൻ്റ് ചെയ്യാൻ. അതല്ല നമ്മുടെ അളവിനാണെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് വരെ അളവെടുത്ത് പോയിൻ്റ് ചെയ്യാവുന്നതാണ്. ഇത് പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഒരു ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്യാതെ എങ്ങനെ തയ്ക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ ഈ പോയിൻ്റ് നമ്മൾ ഇവിടെയും ഈ കോണിനെ തന്നെയാണ് എടുക്കുന്നത്. ഇതിൽ നിന്നും നമ്മളൊരു 1.5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ ഈ പോയിൻ്റ് എടുത്തു, ബ്രസ്റ്റ് പോയിൻ്റ് എടുത്തു, പിന്നെ ഇവിടുത്തെ ഇത് വരച്ചു, ഇതും വരച്ചു കഴിഞ്ഞിട്ട് ഒരു 1.5 ഇഞ്ച് ഇതിൽ നിന്നും മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പോയിന്റിൽ നമ്മുടെ ഈ കോണ് പോയിന്റിനെ നേരെ ഇവിടോട്ട് വരച്ചിടുന്നു. അത് നമ്മൾ കൈക്കുഴി വരച്ച ഭാഗത്തു നിന്നാണ്. ഇത് ഇത്രയും മാർക്ക് ചെയ്തു ആ സെൻറ്ററിൽ.
അത് കഴിഞ്ഞ് ഒരു ചെറിയ 1/4 ഇഞ്ചിൻ്റെ അളവ് ഇതിങ്ങനെ വരച്ചിട്ടു. ഈ 2 ഇതും കഴിഞ്ഞാൽ പിന്നെ ബ്ലൗസിൻ്റെ അളവിലുള്ളതാണെങ്കിൽ നമ്മൾ ആ ബ്ലൗസ് നോക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് യോക്കോ ഇവിടുത്തെ അരപ്പട്ടയൊന്നും വേണ്ട. നമുക്കിത് സിമ്പിളായിട്ട് തയ്ക്കാവുന്ന ഒരു ബ്ലൗസാണ്. സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സാധാ ബ്ലൗസ് പോലെ നല്ല നീറ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസാണ്. എളുപ്പത്തിൽ തയ്ച്ചെടുക്കാം. ഇവിടുത്തെ ഈ അളവെടുത്താണ് ബ്ലൗസിൻ്റെ അളവെടുത്താണെങ്കിൽ നിങ്ങൾക്ക് ആ പട്ടയുടെ നമുക്ക് നീളം ഉണ്ടല്ലോ, ഇവിടുത്തെ പട്ടയുടെ നീളം പോയിട്ട് നമ്മൾ നോർമലി ബ്ലൗസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു പട്ട വരും. ഈ ഒരു പട്ട വരുന്ന ഇതിൻ്റെ ഈ പട്ട വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലാണ് ഇത് വരുന്നത്. ഇതിപ്പം നമ്മൾ അതിന് ഒഴിവാക്കി നമുക്കിപ്പോൾ പട്ട സെപ്പറേറ്റ് കട്ട് ചെയ്യാതെയാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നത്. അപ്പോഴേക്കും ആ പട്ടയുടെ പോയിൻ്റ് നമ്മളിവിടെ പോയിൻ്റ് ചെയ്തു. അതിൽ നിന്നും ഈ കഴുത്തിറക്കത്തിൻ്റെ അളവ് നമ്മൾ കഴുത്തിറക്കം വരച്ചിട്ടിരിക്കുന്ന ആ അളവിൽ നിന്നും ഈ അളവ് എത്രയുണ്ടെന്ന് നോക്കി ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ചെയ്യാം. നമുക്കിപ്പോൾ 5 കിട്ടിയത്. കഴുത്തിറക്കത്തിൽ നിന്നും ഈ പട്ട വരുന്ന ഭാഗത്തോട്ട് 5 ഇഞ്ചാണ് കിട്ടിയത്. ആ 5 ഇഞ്ചിൻ്റെ നടുക്കായിട്ട്, അതായത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അളവെടുക്കാൻ പെട്ടെന്ന് മനസ്സിലാകാത്തവരാണെങ്കിൽ പെട്ടെന്ന് നമുക്കിതിപ്പോൾ എത്രയാണോ കിട്ടിയത് ആ പോയിൻ്റ് എടുക്കുക, അതിനെ ഒന്ന് 2ആക്കി മടക്കുക. നമുക്കിതിപ്പോൾ പകുതിയാണ് കണ്ടെത്തേണ്ടത്. അപ്പം 2ആയിട്ട് മടക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 2.5. ആ 2.5 നമ്മളിവിടെ മാർക്ക് ചെയ്യുക. 5ൻ്റെ പകുതി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഈ പോയിന്റിൽ നിന്നും 1.5 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടും മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത് ഈ പോയിന്റും തമ്മിൽ നമ്മൾ വരച്ചിടണം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. ഇത് മനസ്സിലായല്ലോ? ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടെയും 1/4 ഇഞ്ച് ഇവിടെയും 1/4 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇത് വരച്ചിടണം. കണ്ടോ? ഞാൻ ഈ കൈ വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല, അതുകൊണ്ടാണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ട് നമുക്ക് ബ്ലൗസ് തയ്ക്കാവുന്നതാണ്. എളുപ്പം. പട്ട വെട്ടണ്ട, പ്രിൻസസ് കട്ട് കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. നോർമലി നമുക്ക് ബ്ലൗസ് തയ്ച്ച് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഈ ഷോൾഡർ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങാതെ തന്നെ നല്ല നീറ്റാക്കി ബ്ലൗസ് തയ്ക്കാം. ഒട്ടും വെട്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി സമയം മെനക്കെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റ കട്ടിങ്ങിൽ തന്നെ ഈ ഒരിത് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതല്ല കട്ട് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചിരുന്നത്. ഇതല്ല കട്ട് ചെയ്യേണ്ടത്, നമ്മുടെ കഴുത്ത് കട്ട് ചെയ്യണം. നമ്മൾ ബാക്ക് പീസ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് വരച്ച് കാണിച്ചിരുന്നത്. കഴുത്തിറക്കം നമ്മൾ കട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഇവിടെ ഷോൾഡർ ഷേപ്പ്, സൈഡ് ഷേപ്പ് കട്ട് ചെയ്തു. നിങ്ങൾ തുണി ഇടുമ്പോൾ ഇത് തുണി നീക്കുകയൊന്നും ചെയ്യരുത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ക്യാമറ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്ത് കാണിച്ചിരുന്നത്. നിങ്ങൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷോൾഡർ
ചരിച്ച് വരച്ചത്. ഇതിപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് ഇത്രയേ ചെയ്യാനുള്ളൂ. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കട്ട് ചെയ്യണ്ട. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതാകണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഈ ഒരു 1.5 ഇഞ്ചിന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം വേണമെങ്കിൽ. അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് ഇടണം. അപ്പോൾ നമുക്ക് എത്രയായിട്ട് വെട്ടണം? 1 ഇഞ്ചായിട്ട് വെട്ടണം. വേണമെങ്കിൽ അത് ചെയ്താൽ മതി, വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചെയ്യണ്ട. ഇങ്ങനെ തന്നെ നമുക്കിനി പിന്നെ ബ്ലൗസിൻ്റെ 2 ഭാഗം. ഇത് ഓപ്പൺ ബ്ലൗസായിട്ട് വേണമെങ്കിൽ, ബാക്ക് ഓപ്പൺ ആയിട്ട് വേണമെങ്കിൽ ഈ ഫ്രണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട, ബാക്കിൽ ഓപ്പൺ ചെയ്ത് നോർമലി നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ചെയ്താൽ മതി. അല്ല ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ബാക്ക് ഓപ്പൺ ആയിട്ടാണ് തയ്ക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒട്ടും ശരി തയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളവർ ഇത് കട്ട് ചെയ്യാതെ തയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ അതല്ല കട്ട് ചെയ്ത് തയ്ക്കണമെങ്കിൽ ഈ ഒരു ഇത് നമ്മൾ തയ്യൽ തുമ്പ് കണക്കാക്കണം. നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇത് കാണുന്നുണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിവിടെ 1.5 എന്നുള്ളത് ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം നമ്മൾ 1 ഇഞ്ചാക്കി കട്ട് ചെയ്യാൻ. നമ്മൾ 1.5 ഇഞ്ച് അടിക്കാനിട്ടത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ പോയിൻറ്റിലോട്ട് ഒന്ന് വേണം ചെയ്യാൻ. പിന്നെ നിങ്ങൾ തയ്ക്കുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്ന് തയ്ച്ച് ഈ ഒരു ഇത്, അതായത് നമുക്കൊന്നുകൂടെ പറഞ്ഞുതരാം, എളുപ്പ വഴിയാണ്. നമ്മൾ സാധാ ബ്ലൗസിൽ നമ്മളിവിടെ ഒരു യോക്ക്, ഒരു പട്ട, അരപ്പട്ട വരില്ലേ, ആ അരപ്പട്ട വരുമ്പോൾ അതിന് മുകളിലോട്ടാണല്ലോ ഇത് വരുന്നത്. അപ്പം നിങ്ങൾ ഈ 1.5 ഇഞ്ച് കണക്കാക്കി ഈ 1.5 ഇഞ്ച് ഇവിടെയും തച്ച് വരുമ്പോൾ ഇവിടെയും ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കപ്പ് കിട്ടുന്നതായിരിക്കും, നല്ല പെർഫെക്ഷൻ ആയിരിക്കും. ഇത് തയ്ക്കുമ്പോഴേക്കും നല്ല നീറ്റായിട്ട് നിങ്ങൾക്കിരിക്കും. ഈ 1.5 ഇഞ്ച് നമ്മളിവിടെ തുടങ്ങിയിട്ട്, നമ്മൾ സാധാ ബ്ലൗസിൽ എങ്കിൽ നമ്മളിവിടെ തുടങ്ങിയിട്ട് ഇവിടെ ഈ പോയിൻറ്റിലാണ് കൊണ്ട് അവസാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ നിന്ന് ഈ 1.5 ഇഞ്ച് ഇവിടം വരെ വന്ന് പിന്നെ ഈ പോയിൻറ്റിലോട്ട് കൊണ്ട് നിർത്തിയാൽ മതി. അത് തയ്ക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. ആദ്യം നിങ്ങൾ തയ്ക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും, പിന്നെ തച്ച് വെച്ച് വരുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാകും. അങ്ങനെ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ബ്ലൗസ് വേറെ പീസുകളൊന്നും കട്ട് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മൾ സാധാരണ രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് ബ്ലൗസ് തയ്ക്കാവുന്നതാണ്. ഇത് എളുപ്പ വഴിയാണ്. ഒട്ടും ബ്ലൗസ് തയ്ച്ചിട്ട് ശരിയാകാത്തവർക്ക് ഈ ഒരു രീതിയിൽ തയ്ച്ചാൽ പെട്ടെന്ന് നമുക്ക് തച്ചെടുക്കാനും സമയവും ലാഭം, നമുക്ക് വേഗത്തിൽ ബ്ലൗസ് റെഡിയാക്കാനും പറ്റും. ഇത് പിന്നെ മെഷീൻ കൊണ്ട് തയ്ക്കാൻ പറ്റാത്തവർക്ക് കൈ കൊണ്ട് എങ്ങനെ തയ്ക്കണമെന്നൊന്ന് കാണിച്ചു തരാം. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും.